നമസ്കാരം, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. സൈക്കോസിസിനെ കുറിച്ചാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഹലോ ഡോക്ടറിൽ ഇന്ന് സംസാരിക്കുന്നത്. നമുക്കൊപ്പം ചേരുന്നത് കേരള ഗവൺമെന്റ് ഹെൽത്ത് സർവീസസിലെ ഡോക്ടർ മെറിൻ പൗലോസ് ആണ്. ഡോക്ടർ നമസ്കാരം. നമസ്കാരം. ഡോക്ടർ, എന്താണ് ഈ സൈക്കോസിസ്? സൈക്കോസിസ് എന്ന് പറഞ്ഞാൽ ഒരു രോഗലക്ഷണമാണ്. ഇത് സ്കിസോഫ്രീനിയ അല്ലെങ്കിൽ ചിലപ്പോൾ ഡിപ്രഷന്റെ ഭാഗമായിട്ട് വരാം, അല്ലെങ്കിൽ ചിലപ്പോൾ മദ്യപാനത്തിന്റെ സെക്കൻഡറി ആയിട്ട് അങ്ങനത്തെ ലഹരി വസ്തുക്കളുടെ ഉപയോഗം കൊണ്ട് വരാം. ഇങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ടുവരുന്ന ഒരു രോഗലക്ഷണമാണ്. ഇവിടെ പലപ്പോഴും നമ്മുടെ തലച്ചോറിൽ ഉണ്ടാകുന്ന ചില രാസവസ്തുക്കളുടെ വ്യത്യാസങ്ങൾ കൊണ്ട് നമുക്ക് ചില തെറ്റായ റിയാലിറ്റിയുമായിട്ട് യാഥാസ്ഥികതയുമായിട്ട് ചേരുന്നതല്ലാത്ത ചില തെറ്റായ ചിന്തകൾ വരികയും അതനുസരിച്ചുള്ള ചില കാര്യങ്ങൾ നമ്മൾ അപഗ്രഥിക്കുകയും ചെയ്യുന്ന അങ്ങനത്തെ ഒരു അവസ്ഥയാണ് നമ്മൾ സൈക്കോസിസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഡോക്ടർ, ഈ സൈക്കോസിസ് ഉള്ളവർ അപകടകാരികളാണോ? ഇതിന്റെ പ്രശ്നങ്ങൾ എന്തെല്ലാമാണ്? സൈക്കോസിസ് ഉള്ളവര് അപകടകാരികളാണോ എന്നുള്ളതാണല്ലോ. പൊതുവേ അല്ല. ഒട്ടുമിക്ക ആളുകളും ഞാൻ സംസാരിക്കുന്നത് കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം ഡോക്ടർ, പറഞ്ഞോളൂ. ഒട്ടുമിക്ക ആളുകളും സൈക്കോസിസ് ഉള്ളവർ അപകടകാരികളല്ല. വളരെ ചുരുക്കം ചില പ്രശ്നങ്ങളാണ് നമ്മൾ മാധ്യമങ്ങളിലൂടെ കാണുന്നത്. പക്ഷേ സൈക്കോസിസ് ആ ഒരു അവസ്ഥ ശരിയായ രീതിയിൽ ചികിത്സിക്കാതെ വന്നാൽ അതിന്റെ പരിണിത ഫലമായി ചില ചിന്തകളിലുള്ള ചില മാറ്റങ്ങൾ കൊണ്ടും അത് കാരണം ഉണ്ടാകുന്ന ഭയപ്പാടുകൾ കൊണ്ടും അതേപോലെ തന്നെ ചില ഹാലൂസിനേഷൻ, അതായത് തെറ്റായ ചില അപഗ്രഥനങ്ങൾ കൊണ്ടും അതിൻ്റെയൊക്കെ സെക്കൻഡറി ആയിട്ട് ചിലപ്പോൾ അപകടകരമായ അവസ്ഥകൾ വന്നേക്കാം. അപ്പൊ അതുകൊണ്ട് അത് വീണ്ടും അത് കാണിക്കുന്നത് സൈക്കോസിസ് കൃത്യസമയത്ത് ചികിത്സിക്കുകയാണെങ്കിൽ സൈക്കോസിസ് ആ രോഗലക്ഷണം ഉള്ളവർ അപകടകാരികളല്ല എന്നാണ്. വ്യക്തമാണ് ഡോക്ടർ. അതുപോലെ തന്നെ ഈ ന്യൂറോസിസും സൈക്കോസിസും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? നമുക്ക് യാഥാസ്ഥികവുമായിട്ടുള്ള ബന്ധം, റിയാലിറ്റി ടച്ച് പോകുന്ന അവസ്ഥയാണ് നമ്മൾ പൊതുവെ സൈക്കോസിസ് എന്ന് പറയുന്നത്. സൈക്കോസിസ് എന്നുള്ള ആ ഒരു ലക്ഷണത്തിന്, രോഗലക്ഷണത്തിന് വ്യക്തമായിട്ട് നമ്മൾ ചില മാനദണ്ഡങ്ങൾ പറയുന്നുണ്ട്. ഹാലൂസിനേഷൻ, ഡെലൂഷൻ ഉണ്ടാവുക, ഡിസോർഗനൈസ്ഡ് ബിഹേവിയർ ഉണ്ടാവുക, ഭയങ്കരമായിട്ടും റേസ്ഡ് ആയിട്ടുള്ള സൈക്കോമോട്ടർ ആക്ടിവിറ്റി അല്ലെങ്കിൽ വളരെ തീരെ കുറഞ്ഞ ഒരു സൈക്കോമോട്ടർ ആക്ടിവിറ്റി ഉണ്ടാവും. ഇങ്ങനത്തെ കുറച്ച് ലക്ഷണങ്ങളുണ്ട്. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഹാലൂസിനേഷൻ, ഡെലൂഷൻ, ഇങ്ങനത്തെ രോഗലക്ഷണങ്ങൾ ഉണ്ടാകുക എന്നുള്ളതാണ്. ന്യൂറോസിസിൽ അങ്ങനത്തെ രോഗലക്ഷണങ്ങൾ ഉണ്ടാകില്ല. പകരം ആ റിയാലിറ്റിയുമായിട്ടുള്ള, യാഥാസ്ഥികതയുമായിട്ടുള്ള ആ ഒരു ബന്ധം അവിടെ ഉണ്ടാകും. അതാണ് ന്യൂറോസിസ് എന്ന് പറയുന്ന അവസ്ഥ. ആ ബന്ധം അറ്റുപോയി ഇത് രണ്ടും നമ്മുടെ തലച്ചോറിലുള്ള രാസവസ്തുക്കളുടെ വ്യത്യാസങ്ങൾ കൊണ്ടാണ്, ശാസ്ത്രീയമായ അടിത്തറ ഉള്ളതാണ്. പക്ഷെ സൈക്കോസിസിൽ ഈ യാഥാസ്ഥികതയുമായിട്ട്, റിയാലിറ്റിയുമായിട്ടുള്ള ടച്ച് വിട്ടുപോകുന്നു എന്നുള്ളതാണ്. വ്യക്തമാണ് ഡോക്ടർ. അതുപോലെ തന്നെ ഈ സൈക്കോസിസിന്റെ പ്രധാന ലക്ഷണങ്ങൾ എന്തെല്ലാമാണ്? എങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കുക? ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, മുൻപുള്ള ക്വസ്റ്റ്യനിൽ ഞാൻ പറഞ്ഞല്ലോ, സൈക്കോസിസിൽ നമുക്ക് മെയിൻ ആയിട്ടും ഉള്ളത് ഈ ഹാലൂസിനേഷൻ, ഡെലൂഷൻ എന്നുള്ള. പക്ഷെ ആരംഭ സ്റ്റേജിൽ നമുക്ക് പെട്ടെന്ന് അത് രോഗിക്കോ അല്ലെങ്കിൽ കൂടെയുള്ളവർക്ക് അത് മനസ്സിലാകണമെന്നില്ല. തുടക്കത്തിൽ തന്നെ ചിലപ്പോൾ ഉറക്കക്കുറവ് വരാം, അല്ലെങ്കിൽ സ്വയം പരിചരണക്കുറവ് വരാം, ശ്രദ്ധയില്ലായ്മ വരാം, ചിലപ്പോൾ ഭയം ഉണ്ടാവാം. പുറത്തോട്ടൊക്കെ ഇറങ്ങുമ്പോൾ മറ്റാളുകൾ എന്നെ തന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ എന്നുള്ള അല്ലെങ്കിൽ മറ്റാളുകൾ എന്നെ കുറിച്ചാണോ സംസാരിക്കുന്നത് എന്നുള്ള ചിന്തകൾ വരാം. ഇങ്ങനെ ഉള്ള ലക്ഷണങ്ങളിലായിരിക്കാം പലപ്പോഴും തുടങ്ങുന്നത്. ഇത് പലപ്പോഴും ജോലിയെ, പഠനത്തെ, ബന്ധങ്ങളെ ഒക്കെ അഫക്റ്റ് ചെയ്യാം. അത് ഈ ഇങ്ങനത്തെ ലക്ഷണങ്ങളിൽ തുടങ്ങി ഈ ഹാലൂസിനേഷൻ, അതായത് നമുക്ക് നമ്മളിപ്പോ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് 5 ഇന്ദ്രിയങ്ങളുണ്ട്. ഈ ഇന്ദ്രിയങ്ങളിൽ നമ്മൾ സെൻസ് ചെയ്യുന്ന സാധനമാണ് നമ്മൾ പെർസീവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ മനസ്സിലാക്കുന്നത്, അപഗ്രഥിച്ചെടുക്കുന്നത്. അപ്പോൾ ഈ സെൻസ് ചെയ്യാതെ തന്നെ അത് അപഗ്രഥിക്കുന്നുവെങ്കിൽ, ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഒരു സ്മെല്ല്, നമുക്കൊരു സ്മെല്ല് വന്നിട്ട് ആണ് നമുക്കത് ഇന്ന സ്മെല്ലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്നത്. പക്ഷെ ആ സ്മെല്ല് വരാതെ തന്നെ നമ്മളത് മനസ്സിലാക്കുന്നു. അല്ലെങ്കിൽ നമ്മളൊരു ശബ്ദം കേൾക്കാതെ തന്നെ ശബ്ദം കേട്ടതായിട്ട് നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്നു. അപ്പൊ അത് നോർമൽ അല്ല, റിയാലിറ്റി പോലെ തന്നെ നമുക്ക് തോന്നും, പക്ഷെ റിയാലിറ്റി അല്ല. ഇങ്ങനത്തെ അവസ്ഥ വരുന്നതിനാണ് നമ്മൾ ഹാലൂസിനേഷൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ചില ചിന്തകൾ നമ്മൾ വളരെ തീവ്രമായിട്ട് അത് വിശ്വസിക്കുകയും, അതൊരു അറിവെന്നുള്ള, എനിക്കറിയാം എന്നുള്ള രീതിയിൽ വിശ്വസിക്കുകയും, പക്ഷെ അത് യാഥാസ്ഥികവുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്തതുമായ അവസ്ഥയാണ്. അങ്ങനത്തെ ലക്ഷണത്താണ് ഡെലൂഷൻ. ഇതൊക്കെയാണ് മെയിനായിട്ടും സൈക്കോസിസിന്റെ ആ ഒരു തീവ്രമായ അവസ്ഥയിൽ ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ. വ്യക്തമാണ് ഡോക്ടർ.
ഇതുപോലെ സമാനമായ മറ്റ് പ്രശ്നങ്ങളിൽ നിന്ന് എങ്ങനെയാണ് സൈക്കോസിസ് വേർതിരിച്ചറിയാൻ സാധിക്കുക? സൈക്കോസിന്റെ സിമിലർ ആയിട്ടുള്ള മറ്റൊരു രോഗങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് ലഹരി വസ്തുക്കളുടെ ഉപയോഗം കൊണ്ട് സൈക്കോസിസ് പോലത്തെ ലക്ഷണങ്ങൾ വരാം. അത് സൈക്കോസിസ്, സബ്സ്റ്റൻസ് ഇൻഡ്യൂസ്ഡ് സൈക്കോസിസ് എന്ന് തന്നെ പറയാം. അല്ല എങ്കിൽ ഡെലീറിയം പോലത്തെ ചില അവസ്ഥകൾ, ഈ ലഹരി വസ്തുക്കളുടെ ഉപയോഗം കൊണ്ട് ഡെലീറിയം ട്രെമൻസ് എന്ന് പറയുന്ന ഇത് വരാം. അപ്പൊ അവിടെ നമുക്ക് ശരിയായ ഒരു രോഗനിർണയം നടത്തി, ഒരു ചികിത്സാ വൈദ്യ സ്ഥലത്ത് നമ്മൾ ആ ഒരു രോഗനിർണയം നടത്തി നമ്മൾ മുൻപോട്ട് അത് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ അതിന്റെ ആ ഒരു ഇത് അവസ്ഥയാണെന്നുള്ളത് നമുക്ക് വ്യക്തമാക്കാൻ പറ്റുള്ളൂ. പിന്നെ രണ്ടാമത് നമുക്ക് പ്രായമായ ആളുകളിൽ നമുക്ക് ചോറിലോട്ടുള്ള വ്യക്തിയോടെ വ്യത്യാസം അല്ലെങ്കിൽ സെക്കൻഡറി ആയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ടോ ഒക്കെ നമുക്ക് സൈക്കോസിസ് പോലത്തെ ലക്ഷണങ്ങൾ കാണിക്കാം. ഡിമെൻഷ്യയില് സൈക്കോസിസ് പോലത്തെ ലക്ഷണങ്ങൾ കാണിക്കാം. അവിടെയും നമുക്ക് ഡെലൂഷൻ അങ്ങനത്തെ വരാം. സൈക്കോസിസ് എന്ന് പറയുന്ന ടേം ആക്ച്വലി ഒരു ലക്ഷണം, ഒരു അംബ്രല്ല ടേം ആണ്. അത് പല അസുഖങ്ങളിലും ഈ ഒരു ലക്ഷണങ്ങൾ കാണിക്കാം. സൈക്കോസിസിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഹലോ ഡോക്ടർ സംസാരിക്കുന്നത്. ഡോക്ടർ തുടരുന്നുണ്ട്. ഡോക്ടർ കേൾക്കാമോ? നമ്മൾ കേൾക്കാം. നമ്മൾ മറ്റ് അവസ്ഥകളിൽ നിന്ന് എങ്ങനെയാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് എന്നായിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. തുടർന്നോളൂ ഡോക്ടർ. ഓക്കെ, ഇതിനകത്ത് ഞാൻ പറഞ്ഞു വന്നത് സൈക്കോസിസ് എന്ന് പറയുന്നത് ഒരു അംബ്രല്ല ടേം ആണ്. അത് പല രോഗങ്ങളുടെയും ഒരു ലക്ഷണമാണ്. ഇത് ഏത് രോഗത്തിന്റെ ലക്ഷണമാണ് എന്നുള്ളതാണ് നമ്മൾ വിദഗ്ധരായ ഒരു ഡോക്ടർ, ഒരു സൈക്കാട്രിസ്റ്റ് തന്നെ പരിശോധിച്ച് അത് മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നിട്ട് അതിന്റെ ചികിത്സയാണ് നമ്മൾ മുൻപോട്ട് ചെയ്യേണ്ടത്. വ്യക്തമാണ് ഡോക്ടർ. ഡോക്ടർ, അതുപോലെ തന്നെ ഈ ഡിപ്രഷൻ, ഹാലൂസിനേഷൻ, ഡെല്യൂഷൻ ഇതുപോലുള്ള മാനസിക പ്രശ്നങ്ങളുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? ഡിപ്രഷനിൽ നമുക്ക് സൈക്കോസിസ് വരാം. ഡിപ്രഷൻ, സിവിയർ ഡിപ്രഷൻ ആകുമ്പോൾ വിത്ത് സൈക്കോസിസ് എന്ന് പറഞ്ഞ ഒരു ക്രൈറ്റീരിയ തന്നെ, ഒരു ടൈപ്പ് ഓഫ് ഡിപ്രഷൻ തന്നെ ഉണ്ട്. സിവിയർ ആയിട്ട് വരുമ്പോൾ നമുക്ക് സൈക്കോസിസ് വരാം അതിനകത്ത്. ഇതേപോലെ തന്നെ ഹാലൂസിനേഷൻ എന്ന് പറയുന്നത് സൈക്കോസിസിന്റെ ഒരു സിംറ്റം മാത്രമാണ്, അല്ലെങ്കിൽ ഒരു ക്രൈറ്റീരിയ മാത്രമാണ് ഹാലൂസിനേഷൻ എന്ന് പറയുന്നത്. അത് ആസ് സച്ച് അതൊരു രോഗാവസ്ഥയോ ഒരു ഡിപ്രഷൻ പോലെ ഒരു ലക്ഷണമോ അല്ല, ഒരു രോഗാവസ്ഥയല്ല ഹാലൂസിനേഷൻ എന്ന് പറയുന്നത്. ഹാലൂസിനേഷൻ ഒരു വൺ ടൈപ്പ് ഓഫ് സൈക്കോട്ടിക് സിംറ്റം ആണ് എന്നുള്ളതാണ്. ഡെലൂഷൻ എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ ഒരു സൈക്കോട്ടിക് സിംറ്റം ആണ്. ഹാലൂസിനേഷൻ നമ്മുടെ പെർസെപ്ഷനെ ബാധിക്കുന്ന, അതായത് നമ്മുടെ സെൻസ് ഓർഗനെ, നമ്മുടെ ഓരോ ഇന്ദ്രിയങ്ങൾ നമ്മൾ അപഗ്രഥിച്ച് മനസ്സിലാക്കുന്ന നമ്മുടെ ബ്രെയിനിന്റെ ഉണ്ടല്ലോ, ഏരിയാസ് ഉണ്ടല്ലോ, അതിനെ ബാധിക്കുന്ന ഒരു ലക്ഷണങ്ങളുടെ ഒരു സമഗ്രമായ പ്രശ്നം വരുമ്പോഴാണ് നമുക്ക് ഹാലൂസിനേഷൻ വരുന്നത്. ഇതേപോലെ തന്നെ ചിന്തകളെ ബാധിക്കുന്ന, നമ്മുടെ ബ്രെയിനിൽ ചിന്തിക്കുന്ന ഭാഗത്തുള്ള രാസവസ്തുക്കളുടെ പ്രശ്നങ്ങളെ ബാധിക്കുന്നത് വരുമ്പോഴാണ് നമുക്ക് ഡെലൂഷൻ വരുന്നത്. വ്യക്തമാണ് ഡോക്ടർ. അതുപോലെ തന്നെ ഈ സൈക്കോസിസ് വരാനുള്ള കാരണങ്ങൾ എന്തെല്ലാമാണ്? വരാതിരിക്കാൻ എന്താണ് ചെയ്യേണ്ടത്? അതൊരു വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. നമുക്ക് ഉറക്കക്കുറവ് വരുമ്പോൾ, കൃത്യമായ സമയത്ത് ഉറക്കം കിട്ടിയില്ല, കൃത്യമായ തോതിലുള്ള ഉറക്കം കിട്ടിയില്ലെങ്കിൽ വരാം. ലഹരി വസ്തുക്കളുടെ ഉപയോഗം സൈക്കോസിസിലേക്ക് വരുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാരണമാണ്. ഇതൊക്കെ ശരിക്കും പ്രിവെന്റബിൾ ആയിട്ടുള്ളതാണ്. പക്ഷെ സൈക്കോസിസിന് നമുക്ക് ജനറ്റിക് കോസുകളുണ്ട്, അതായത് ജനിതകമായ കാരണങ്ങളുണ്ട്. അപ്പോൾ അത് നമുക്ക് ഏർലി ചൈൽഡ്ഹുഡിലും ഒക്കെയും ഉള്ള നമുക്കുണ്ടാവുന്ന സ്ട്രെസ്സും ഒക്കെ ഈ ജനിതകമായ കാരണങ്ങളെ പ്രസിപ്പിറ്റേറ്റ് ചെയ്ത് സിംറ്റംസിലേക്ക് കൊണ്ടുവരാം. പക്ഷെ പ്രിവെന്റീവ് ആയിട്ടുള്ള കാരണങ്ങൾ ഉണ്ടല്ലോ, അത് നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്നത് അത്രയും പ്രിവെന്റ് ചെയ്യാം. അതുപോലെ തന്നെ ലേറ്റ് ആയിട്ട് നമുക്ക് പ്രായം കൂടുമ്പോൾ, വയോധികരില് നമുക്ക് തലച്ചോറിലോട്ടുള്ള രക്തയോട്ടത്തിന്റെ പ്രശ്നം ഉള്ളതുകൊണ്ട്, അതായത് ഹൈപ്പർ ടെൻഷൻ, കൊളസ്ട്രോൾ കൂടുക, ഇങ്ങനത്തെ ബിപിയുടെ അസുഖം, കൊളസ്ട്രോൾ കൂടുക, ഇങ്ങനത്തെ രോഗാവസ്ഥകൾ വരുമ്പോൾ അത് കാരണം നമുക്ക് രക്തയോട്ടത്തിന്റെ പ്രശ്നം ഉണ്ടായിട്ട് അത് കാരണം സൈക്കോസിസിന്റെ അവസ്ഥയിലേക്ക് വരാം. ഇപ്പോൾ പാർക്കിൻസോണിസം ഡിസീസിന്റെ ഭാഗമായിട്ടും ഒരു സിംറ്റം ആയിട്ട് വേണമെങ്കിൽ സൈക്കോസിസ് ആയിട്ട് വരാം. ചില മരുന്നുകളുടെ സൈഡ് ഇഫക്റ്റ് ആയിട്ടും നമുക്കിപ്പം പാർക്കിൻസോണിസത്തിന് നമ്മൾ കൊടുക്കുന്ന സിൻഡോപ്പ മരുന്നിന്റെ അതിന്റെ സൈഡ് ഇഫക്റ്റ് ആയിട്ടും നമുക്ക് സൈക്കോസിസ് വരാം. പക്ഷെ ഇതൊക്കെ നമ്മൾ ഈ മരുന്നിന്റെ സൈഡ് എഫക്ട്സ് ഒക്കെ നമ്മളൊരു ഡോക്ടറെ കണ്ട് കറക്റ്റ് ട്രീറ്റ്മെന്റിൽ പോകുവാണ്, അവർ അത് ഐഡന്റിഫൈ ചെയ്യുകയും കൃത്യമായിട്ട് അത് ഇന്റർവെൻഷൻ ചെയ്യുകയും ചെയ്യും. നമുക്ക് പക്ഷെ പ്രിവെന്റ് ചെയ്യാവുന്ന കാര്യങ്ങൾ, പ്രത്യേകിച്ചും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ലഹരി വസ്തുക്കളുടെ ഉപയോഗമാണ്. മദ്യപാനം, കഞ്ചാവിന്റെ ഉപയോഗം, MDMA പോലുള്ള ലഹരി വസ്തുക്കളുടെ ഇത് തടയുകയാണെങ്കിൽ നമുക്ക് സൈക്കോസിസ് എന്ന് പറയുന്ന ഈ ഒരു അവസ്ഥയിൽ ഇതൊരു മേജർ ആയിട്ടുള്ള ഒരു സിംറ്റം ആണ്.
ഒരു മേജർ മെന്റൽ ഇൽനെസസിന്റെ സിംറ്റം ആണ്. ഈ ഒരു അവസ്ഥയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. അതുപോലെ തന്നെ ഡോക്ടർ, ഈ മയക്കുമരുന്ന് സൈക്കോസിസിന് കാരണമാകുന്നുണ്ടോ? ഉറപ്പായിട്ടും മയക്കുമരുന്ന് ഉപയോഗം സൈക്കോസിസിന് കാരണമാകും. ഇത് രണ്ട് രീതിയിൽ കാരണമാകും. ഒന്ന്, സൈക്കോസിസ് ഞാൻ പറഞ്ഞല്ലോ, ജനിതകമായ പ്രവണതയുള്ളവരുണ്ടാവും സൈക്കോസിസിന് കാരണമായിട്ടുള്ള, അങ്ങനെ ഒരു വൾണറബിലിറ്റി ഉള്ള ആളുകൾ ഉണ്ടാവും. അപ്പോൾ ഈ ജനിതകമായിട്ട് അങ്ങനെ ഉള്ള വൾണറബിലിറ്റി ഉള്ള ആളുകൾ ഈ ലഹരി വസ്തു ഉപയോഗിച്ചാൽ, മയക്കുമരുന്നോ MDMA ഒക്കെ പോലുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചാൽ അവർക്ക് പെട്ടെന്ന് തന്നെ സൈക്കോസിസ് വരാനും വളരെ തീവ്രമായ രീതിയിൽ അത് വരാനും സാധ്യത കൂടുതലാണ്. ഇതേപോലെ തന്നെ ലഹരി വസ്തുക്കളുടെ ഉപയോഗം കാരണം സൈക്കോസിസ് എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് പോകുന്നതും ഉണ്ട്. ജനിതകമായി അങ്ങനെ പ്രശ്നമൊന്നും ഇല്ല എങ്കിൽ പോലും സൈക്കോസിസ് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക്, ആ ലക്ഷണങ്ങൾ കാണുന്ന രീതിയിലേക്ക് പോകുന്നവർ, അതിന് സബ്സ്റ്റൻസ് ഇൻഡ്യൂസ്ഡ് സൈക്കോസിസ് എന്നാണ് നമ്മൾ പറയുന്നത്. ഇതേപോലെ തന്നെ ആൽക്കഹോളിന്റെ മദ്യപാനത്തിന്റെ, നമ്മളിപ്പോ ഇൻടോക്സിക്കേറ്റഡ് ആയിട്ടുള്ള അവസ്ഥയിലും, അല്ലെങ്കിൽ നമ്മൾ മദ്യം സ്ഥിരം ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആള് പെട്ടെന്ന് നിർത്തി കഴിയുമ്പോൾ ഉള്ള വിഡ്രോവൽ എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയിലും ഒക്കെ നമുക്ക് ഈ സൈക്കോസിസ് എന്ന് പറയുന്ന ലക്ഷണം അവിടെയും കാണും. അവിടെയും കൂടുതൽ ഈ ഹാലൂസിനേഷൻ ഒക്കെയാണ് കാണുന്നത്. ഇല്ലാത്ത സാധനങ്ങൾ കാണുക, അല്ലെങ്കിൽ അശരീരി കേൾക്കുക, ഇല്ലാത്ത ശബ്ദങ്ങൾ കേൾക്കുക. അപ്പൊ ഇത് കാരണമുള്ള ഭയം കാരണമുള്ള തീവ്രമായ സിംറ്റമിൽ കൂടെയാണ് ആ രോഗികൾ ശരിക്കും പറഞ്ഞാൽ പോയിക്കൊണ്ടിരിക്കുന്നത്. വ്യക്തമാണ് ഡോക്ടർ. അതുപോലെ തന്നെ ജനങ്ങൾ ഏറ്റെടുത്ത ഒരു ചിത്രമായിരുന്നു മണിച്ചിത്രത്താഴ്. അതിൽ പറയുന്ന സൈക്കോസിസ് ഇത് തന്നെയാണോ? അതിൽ പറയുന്ന സൈക്കോസിസ് അല്ല, ഇതല്ല. അതില് ഒരു ഡിസോസിയേഷൻ എന്ന് പറയുന്ന ഒരു ലക്ഷണമാണ് അതിനകത്ത് കാണിക്കുന്നത്. ഒരു സിവിയർ ആൻസൈറ്റിയിലൊക്കെ ഉണ്ടാവുന്ന ഒരു സിംറ്റം ആണത്. ഡിസോസിയേറ്റീവ് ഐഡന്റിറ്റി എന്നൊക്കെ പറയുന്ന ലക്ഷണമാണ്. അതിന് സൈക്കോസിസുമായി യാതൊരു ബന്ധവും ഇല്ല. സൈക്കോസിസിലെ മെയിൻ ആയിട്ടുള്ള ലക്ഷണങ്ങൾ ഈ പറയുന്ന ഹാലൂസിനേഷൻ വരാം, ഡെലൂഷൻ വരാം, അതേപോലെ തന്നെ നമുക്ക് ഡിസോർഗനൈസ്ഡ് ബിഹേവിയർ. നമ്മൾ മനുഷ്യനൊരു സാമൂഹ്യ ജീവിയാണല്ലോ. അപ്പൊ ഓരോ സമയത്തും നമ്മൾ നമ്മുടേതായ ഒരു മാന്യത ഉണ്ടാവുമല്ലോ. അപ്പൊ ആ ഒരു മാന്യത, അല്ലെ ഒരു സെൽഫ് കെയർ ഇല്ല, ഇപ്പം കുളിക്കത്തില്ല, ഭക്ഷണം കഴിക്കാനായിട്ട് താല്പര്യമില്ല, വൃത്തി തീരെയില്ല, അങ്ങനെ ഒരു സെൽഫ് കെയർ ഒക്കെ ടോട്ടലി ഇമ്പയർഡ് ആയേക്കുന്ന അങ്ങനത്തെ അവസ്ഥയിലേക്ക് വരാം. അതേപോലെ തന്നെ ഭയങ്കര വയലന്റ് ആയിട്ട് പോകുന്ന അവസ്ഥയിലേക്ക് വരാം. ഇതിന്റെ ഒരു കോമ്പിനേഷൻസ് ഉണ്ടാവുമ്പോഴാണ് യൂഷ്വലി സൈക്കോസിസ് പറയുന്നത്. മണിച്ചിത്രത്താഴിലെ ആ നാഗവല്ലിയുടെ, അല്ലെങ്കിൽ ശോഭന വളരെ വളരെ മനോഹരമായിട്ട് ശോഭനമേടെ അത് ആക്ട് ചെയ്തിട്ടുണ്ട്. അത് ഡിസോസിയേറ്റീവ് ഐഡന്റിറ്റി ഡിസോർഡർ ആണ്. വ്യക്തമാണ് ഡോക്ടർ. അതുപോലെ തന്നെ ഈ സൈക്കോസിന്റെ ചികിത്സ എങ്ങനെയാണ്? ഇത് പൂർണ്ണമായി മാറുമോ? സൈക്കോസിസ് നമ്മൾ എത്ര ഏർലി ആയിട്ട് ഡയഗ്നോസ് ചെയ്യുന്നോ അത്രയും നമ്മൾ തിരിച്ച് നോർമലിലേക്ക് എത്താനുള്ള സാധ്യത കൂടുതലാണ് എന്നാണ് പറയുന്നത്. ശാസ്ത്രീയമായിട്ട് പണ്ടത്തെ പോലെയല്ല, ഇതിന്റെ കാരണങ്ങളും ഒക്കെ കണ്ടുപിടിക്കപ്പെടുകയും ന്യൂറോളജിക്കൽ ആയിട്ടുള്ള കാരണങ്ങൾ കണ്ടുപിടിക്കപ്പെടുകയും അതേപോലെ തന്നെ ചികിത്സയിൽ തന്നെ വളരെയധികം മുൻപോട്ട് നമ്മൾ ഇന്ന് ശാസ്ത്രലോകം എത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ വളരെ വളരെ നല്ല ഹെൽപ്ഫുൾ ആയിട്ടുള്ള മെഡിസിൻസും ഒക്കെ ഇന്നുണ്ട്. അപ്പൊ എത്രയും നേരത്തെ കണ്ടെത്താൻ പറ്റുമോ അത്രയും നമുക്ക് തിരിച്ച് നോർമലിലേക്ക് എത്താനുള്ള സാധ്യത കൂടുതൽ. അപ്പൊ ഡ്യൂറേഷൻ ഓഫ് അൺട്രീറ്റഡ് സൈക്കോസിസ് എന്ന് പറഞ്ഞ തന്നെ ഒരു ടേം ഉണ്ട്. അതായത് എത്ര നാള് നമ്മൾ ട്രീറ്റ്മെന്റ് ഇല്ലാതെ ആ സൈക്കോസിസിൽ നിൽക്കുന്നോ അത്രയും നമുക്ക് ഡിഫിക്കൽട്ട് ആണ് ഇതിൽ നിന്ന് പുറത്തു വരാൻ, ഈ ഒരു സ്റ്റേജ് നിന്ന് നോർമൽ ഇതിലേക്ക് വരാൻ എന്നുള്ളതാണ്. ആയിട്ടും ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു ന്യൂറോളജിക്കൽ, നമ്മുടെ ബ്രെയിനിനെ ബാധിക്കുന്ന ഒരു ഇതാണ്, നമുക്ക് ബയോളജിക്കൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് നമുക്ക് മെഡിസിൻ ആണ് ഇതിനകത്ത് മെയിൻ ആയിട്ടും നമുക്ക് വേണ്ടത്. പലപ്പോഴും മെഡിസിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ സൈക്കോതെറാപ്പിയും നമുക്ക് ഇതിന്റെ കൂടെ വേണം. സപ്പോർട്ടീവ് സൈക്കോതെറാപ്പിയും അതേപോലെ തന്നെ മരുന്നുകളെ നമുക്ക് പേഷ്യന്റിന്റെ റിലേഷൻസിനെ ബാധിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ ബേസ് ചെയ്തിട്ടുള്ള അതിന്റെ പരിഹാരം എന്നുള്ള രീതിയിലുള്ള സൈക്കോതെറാപ്പികൾ, ഇങ്ങനെ തെറാപ്പീസും ഇതിനകത്ത് വലിയ റോളുണ്ട്. പക്ഷെ സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു റോളാണ്. മെയിൻ ആയിട്ട് ഇവിടെ മെഡിസിൻസിനാണ് മെയിൻ ആയിട്ടും റോൾ ഉള്ളത്. ഇതൊരു ശാസ്ത്രീയമായിട്ട് ബയോളജിക്കലായിട്ട് ന്യൂറോളജിക്കൽ ആയിട്ടുള്ള ഒരു ബേസിസ് ഇതിന് ഉള്ളത് കൊണ്ട് തന്നെയാണ് അതങ്ങനെ പറയുന്നത്. വ്യക്തമാണ് ഡോക്ടർ. നമുക്കിപ്പോൾ ഒരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്, റാന്നിയിൽ നിന്നാണ്. ചോദിച്ചോളൂ. ഹലോ, കേൾക്കാം, പറഞ്ഞോളൂ. ഹലോ, മേഡം, ഞാൻ പത്തനംതിട്ട റാന്നിയിൽ നിന്നാണ് വിളിക്കുന്നത്. റാന്നിയിൽ നിന്ന് വിനോദ് തോമസ് എന്നാണ് പേര്. മേഡം, ഞാൻ മദ്യപിച്ചുകൊണ്ടിരുന്നതാണ്. ഇപ്പൊ 1-2 ദിവസമായിട്ട് മദ്യപാനമില്ല. 1-2 ദിവസമായിട്ട് മദ്യപാനം നിർത്തി വെച്ചിരിക്കുകയാണ്.
അന്നേരം അതിന്റെ ഒരു ഇത് വയലൻസി ഉണ്ട് അന്നേരം അതിന്റെ അകത്ത് വയലന്റ് ഉറക്കമില്ല, ഭയങ്കര ക്ഷീണമാണ്, ഒന്നും ചെയ്യാനുള്ളൊരു തോന്നലില്ല. നമുക്കിതിനെ വിഡ്രോവൽ സിംറ്റം എന്ന് പറയാം. ഉറക്കം വരുന്ന സമയത്ത് എന്തോ ഫ്രണ്ടിൽ കാണുന്ന പോലെ തോന്നുവാ. അതൊരു ഹാലൂസിനേഷൻ ആവാൻ സാധ്യതയുണ്ട്. ഭയങ്കര ടെൻഷനാണ്. നമുക്കിത് ഇവിടെ ഈ ഒരു സമയത്ത് നമുക്ക് ഹെൽപ്പ് എടുത്തല്ലേ പറ്റുള്ളൂ. നമുക്ക് ഇത് എത്രയും വേഗം അടുത്തുള്ള ഹോസ്പിറ്റലിലുള്ള സൈക്കാട്രിസ്റ്റിനെ കാണിക്കുകയാണെങ്കിൽ അവര് ഈ ഒരു സമയത്ത് നമുക്ക് ഈ വിഡ്രോവൽ സിംറ്റംസിനെ തരണം ചെയ്യാനായിട്ടുള്ള മെഡിസിൻസ് തരികയും അതിനുശേഷം നമുക്ക് ഡീടോക്സിഫിക്കേഷൻ എന്ന് പറയും. നമുക്ക് ആ ഇനിഷ്യൽ ട്രീറ്റ്മെന്റ്, ഈ വിഡ്രോവൽ സിംറ്റംസിനെ തരണം ചെയ്യാനുള്ള ഇനിഷ്യൽ ട്രീറ്റ്മെന്റിന് നമ്മൾ ഡീടോക്സിഫിക്കേഷൻ എന്ന് പറയും. ഇത് തരണം ചെയ്തതിന് ശേഷം നമുക്ക് പറ്റുമെങ്കിൽ, ഡിസൈഡ് ചെയ്യുന്നുവെങ്കിൽ നമുക്ക് മദ്യപാനം നിർത്തി മുമ്പോട്ട് പോകാനായിട്ടൊന്ന് ആലോചിക്കുക. കാരണം ഇതേപോലത്തെ വിഡ്രോവൽ സിംറ്റംസ് വരുന്നു, ഹാലൂസിനേഷൻ ഒക്കെ വരുന്നെങ്കിൽ അതിനർത്ഥം നമ്മുടെ ഈ ലഹരി വസ്തുക്കളുടെ ഉപയോഗം നമ്മുടെ തലച്ചോറിനെ ബാധിച്ചിട്ടുണ്ടെന്നാണല്ലോ. അപ്പോൾ മുമ്പോട്ട് ആദ്യം ഏറ്റവും പ്രധാനം നമ്മൾ ഈ ഡിറ്റോക്സിഫൈ ചെയ്ത് ഈ ഒരു തീവ്രമായ അവസ്ഥയെ തരണം ചെയ്യുക എന്നുള്ളതാണ്. കാരണം ഇതൊരു തീവ്രമായ അവസ്ഥയാണ്, എത്രയും പെട്ടെന്ന് വൈദ്യസഹായം നേടേണ്ട ഒരു അവസ്ഥയാണ്. ഇതിനെ എത്രയും വേഗം തരണം ചെയ്തതിന് ശേഷം നമുക്ക് ഡിസൈഡ് ചെയ്ത് മുമ്പോട്ട് മദ്യപാനം നിർത്താനായിട്ടുള്ള മാർഗങ്ങൾ സ്വീകരിക്കേണ്ടതാണ്. ശരി, പ്രേക്ഷകന് വ്യക്തമായെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഡോക്ടർ, ചികിത്സയ്ക്ക് ശേഷം ജീവിതം സാധാരണ പോലെ ആകുമോ? പിന്നീട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്? പലപ്പോഴും ചികിത്സയ്ക്ക് ശേഷം ജീവിതം സാധാരണ പോലെ ആയതിനു ശേഷം നമ്മൾ കൃത്യമായും ആ മരുന്ന് സ്റ്റോപ്പ് ചെയ്യുന്നത് വരെയുള്ള ഫോളോ അപ്പ് പലപ്പോഴും പലരും മിസ്സാക്കുന്നതായി കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ കൃത്യമായിട്ട് ആ ഫോളോ അപ്പ് കണ്ടിന്യൂ ചെയ്യുക. അപ്പം രണ്ടാമത്, നമുക്ക് ഈ സൈക്കോസിസ് വരാനുള്ള കാരണങ്ങളുണ്ടല്ലോ, ഉറക്കക്കുറവ്, അതേപോലെ ലഹരി വസ്തുക്കളുടെ ഉപയോഗം, ഇതുപോലത്തെ ട്രീറ്റബിൾ ആൻഡ് പ്രിവെന്റബിൾ ആയിട്ടുള്ള കാരണം, നമുക്ക് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ്, ഹൈപ്പർ ടെൻഷൻ, കൊളസ്ട്രോൾ ഒക്കെ കൺട്രോൾ ആക്കി വെക്കുക, ഇങ്ങനെ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാതിരിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കൺട്രോൾ ആക്കി ശ്രദ്ധാപൂർവ്വം മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. വ്യക്തമാണ് ഡോക്ടർ. അതുപോലെ തന്നെ ഈ സൈക്കോസിസ് ഉള്ളവരോട് എങ്ങനെയാണ് പെരുമാറേണ്ടത്? കുടുംബത്തിനും സമൂഹത്തിനും എന്ത് ചെയ്യാനാകും? ഇവരെങ്ങനെ നമുക്ക് സഹായിക്കാനാകും? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സൈക്കോസിസ് ഉള്ള ഒരു വ്യക്തിയെ നമ്മൾ സ്റ്റിഗ്മ വെക്കാതെ ഇരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. സൈക്കോസിസ് എന്ന് പറയുന്നത് ഒരു ന്യൂറോളജിക്കൽ ആയിട്ടുള്ള അല്ലെ ശാസ്ത്രീയമായിട്ട് നമ്മുടെ തലച്ചോറിനെ ബാധിക്കുന്ന ഒരു രോഗാവസ്ഥയാണ്. ഇവിടെ നമ്മൾ ഒരു ഒന്നിന്റെയും ഒരു പ്രശ്നം ഉള്ളത് കൊണ്ടോ അല്ലെങ്കിൽ ഒരു കുഴപ്പമുള്ളത് കൊണ്ടോ പലപ്പോഴും ഒരു തെറ്റിദ്ധാരണയാണ്, അവര് വളരെ അപകടകാരികളായ വ്യക്തികളാണ്, അവര് ഭയങ്കര സൈക്കോപത്സ് ആണ്, ഇങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള സ്റ്റിഗ്മകൾ ഉണ്ടാവും അവരോട്. അവര് അതിൽ നിന്ന് അങ്ങനെ ഒരു സ്റ്റിഗ്മ വെച്ച് അകറ്റാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. രണ്ടാമത്, കൃത്യമായി എത്രയും വേഗം തന്നെ ചികിത്സയിലേക്ക് എത്തുക, അത് ശാസ്ത്രീയമായ ചികിത്സയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്, ചികിത്സയിലേക്ക് എത്തിക്കുക മാത്രമല്ല, കൃത്യമായിട്ട് അവർ മെഡിസിന്റെ യൂസും അതേപോലെ തന്നെ ഫോളോ അപ്പും എൻഷുർ ചെയ്യുക എന്നുള്ളതും വളരെ പ്രധാനമായ ഒരു കാര്യമാണ്. മൂന്നാമത്, നമ്മൾ അവരെ മാക്സിമം ഈ ലഹരി വസ്തുക്കളുടെ ഉപയോഗം കുറയ്ക്കുക, അല്ലെ ഉറക്കക്കുറവ് ഉണ്ടെങ്കിൽ അതൊന്ന് ക്ലിയർ ചെയ്യുക. ഹലോ, കേൾക്കാം ഡോക്ടർ, തുടർന്നോളൂ. ഇതേപോലെയുള്ള ബുദ്ധിമുട്ടുകൾ ഇങ്ങനത്തെ ഉള്ളതിൽ നിന്ന് അവരെ കഴിവതും ഇപ്പൊ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാൻ നിർബന്ധിക്കാതിരിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളെ എല്ലാം അവരെ ഒന്ന് ഹെൽപ്പ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. സൈക്കോസിസിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണെന്ന് ഹലോ ഡോക്ടറിൽ സംസാരിച്ചത്. നമുക്കൊപ്പം ചേർന്നത് കേരള ഗവൺമെന്റ് ഹെൽത്ത് സർവീസസിലെ ഡോക്ടർ മെറിൻ പൗലോസ് ആണ്. ഡോക്ടർ, നന്ദി. ഹലോ ഡോക്ടർ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.